പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ ദിനത്തിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഒരു യാത്ര, ഒരു മരുഭൂ പ്രയാണമാണ് യഥാർത്ഥത്തിൽ നോമ്പ് കാലം. നോമ്പ് അനുഷ്ഠിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ദൂരെ നിന്ന് നോമ്പ് നോക്കിക്കണ്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് പോട്ടെ, 25 ദിവസം കഴിഞ്ഞ് കയറാം എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ കൂടെയുണ്ട്. അതും കഴിഞ്ഞ് അവസാനത്തെ ആഴ്ച കയറാമെന്ന് വിചാരിക്കുന്നവർ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ നോക്കുന്നവരും അനുഷ്ഠിക്കുന്നവരും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു യാത്രയിലാണ് നമ്മളായിരിക്കുന്നത്. എങ്കിലോ പ്രിയമുള്ളവരെ, നോമ്പ് ജയമുള്ള ആയുധമാണ്. ശത്രുവായ സാത്താൻ്റെ മുൻപിലുള്ള തോക്കാത്ത ആയുധമാണ് നോമ്പ്. നോമ്പ് അനുഷ്ഠിക്കുക, വെടിപ്പോടെ നോമ്പ് നോക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം, നോമ്പ് നിസ്സാരന്മാരുടെ കയ്യിലേന്തുന്ന ആയുധമല്ല. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മോശ നോമ്പ് നോക്കി ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം മൂടുപടം കൊണ്ട് മൂടിയിരുന്നു. കാരണം മോശയുടെ മുഖത്തിന് ദൈവത്തിൻ്റെ തേജസ് ലഭിച്ചതുകൊണ്ട് മോശ മുഖം മൂടിയാണ് മലയിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോഴും മോശയുടെ കയ്യിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതിയ കൽഫലകം കൈകളിലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നോമ്പ് നോക്കുമ്പോൾ 40 ദിവസം കഴിഞ്ഞ് പരിശുദ്ധമായ നോമ്പിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ദിനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ ആത്മാവിൻ്റെ മുഖത്തിനും മോശയുടെ മുഖം പോലെ തേജസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതായി മാറുന്നത്. വീണ്ടും പറയുന്നു, ഏലിയാവ് നോമ്പ് നോറ്റു. ഏലിയാവ് നോമ്പ് നോറ്റ് ദൈവസന്നിധിയിലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥം ഇറങ്ങി വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗീയ കൃപകളെയും സ്വർഗീയ അനുഗ്രഹങ്ങളെയും പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ ഈ നോമ്പുകാലം മുഖാന്തരമാകുമ്പോഴാണ് ഞാനും ഏലിയാവിനെ പോലെ നോമ്പ് നോക്കി എന്ന് പറയാൻ സാധിക്കുക. വീണ്ടും പറയുകയാണ്, ദാനിയേൽ നോമ്പ് നോക്കി. ദാനിയേൽ നോമ്പ് നോക്കിയിട്ട് സിംഹത്തിൻ്റെ കുഴിയിൽ എറിയപ്പെട്ടില്ല എന്നല്ല, സിംഹത്തിൻ്റെ കുഴിയിൽ സിംഹത്തെ പോലും നോമ്പ് പഠിപ്പിക്കുന്ന രീതിയിൽ ദാനിയേൽ മാതൃകയുള്ളവനായി തീർന്നു. അല്ലയോ നോമ്പുകാരനായ മനുഷ്യ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നോമ്പ് മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകയുള്ളൊരു ജീവിതത്തിന് കാരണമായി തീരുന്നില്ല എങ്കിൽ ഞാൻ ദാനിയേലിനെ പോലെ നോമ്പ് നോക്കി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഹനനിയ പൈതങ്ങൾ നോമ്പ് നോക്കി, അവർക്ക് ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നല്ല. നമ്മൾ പലരും നോമ്പ് നോക്കുന്നത് ദൈവസന്നിധിയിൽ പല കണ്ടീഷനും വെച്ചിട്ടാണ്. ഇങ്ങനെ എനിക്ക് കാര്യങ്ങൾ സാധിച്ചു തന്നാൽ ഞാൻ 50 ദിവസവും നോമ്പെടുക്കാം, ഈ 50 നോമ്പെടുക്കുന്നത് കൊണ്ട് എൻ്റെ ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരണം. അങ്ങനെയല്ല, മറിച്ച് ഹാനനിയ പൈതങ്ങൾ തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയെങ്കിലും തീച്ചൂളയുടെ നടുവിലും 4-മനായ ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസത്തെ വളർത്താൻ അവരുടെ ചിട്ടയായ ജീവിതം അവരെ സഹായിച്ചു. അങ്ങനെയെങ്കിൽ നോമ്പ് നോക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും കഷ്ടമില്ല എന്നല്ല, കഷ്ടത്തിലും കഷ്ടമേറ്റ കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ആ ആർജവത്വം നേടിയെടുക്കുന്ന ഒരു സർവീസിങ് പീരീഡായിട്ട് നോമ്പിനെ കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നോമ്പ് അനുഗ്രഹമായി മാറുന്നത്. നമ്മുടെ കർത്താവും നോറ്റു, ആഗൽ കറുസായെ ജയിച്ചു. സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം സ്തുതികളിൽ വസിച്ചിരുന്ന പരിശുദ്ധ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന പുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച് നാം എങ്ങനെയായി തീരണമെന്ന് കാണിക്കുന്ന കൂട്ടത്തിൽ നമ്മെ പഠിപ്പിച്ച മഹത്തായ പാഠമാണ് നമ്മുടെ കർത്താവും നോറ്റു 40 ദിവസം നോമ്പ്. വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഈ നോമ്പുകാലം ഒരു മരുഭൂ പ്രയാണമാണ്. ഈ മരുഭൂമിയുടെ അവസ്ഥ, ജലമില്ലാത്ത അവസ്ഥ, വെള്ളമില്ലാത്ത അവസ്ഥ, കായ്കനികളില്ലാത്ത അവസ്ഥ, ഇഷ്ടമുള്ളത് ഇല്ലാത്ത അവസ്ഥ, അതിനെല്ലാം മരുഭൂമി എന്ന് പറയാം. എന്നാൽ അങ്ങനെ ആയിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് സാത്താൻ കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. രണ്ടാമതായിട്ട് സാത്താൻ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാട്,
ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ പിടിക്കുമല്ലോ എന്ന്. കർത്താവ് മറുപടിയായിട്ട് പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന്. മൂന്നാമത് പറയാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ ബാക്കിയെല്ലാം ഞാൻ നിനക്ക് നൽകാമെന്ന്. പ്രിയമുള്ളവരെ, ഇന്നും ഈ 3 പരീക്ഷണങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഒന്നാമത്തെ പരീക്ഷണം അപ്പത്തിന് വേണ്ടിയുള്ള ഓട്ടം. തൃപ്തി വരാതെ എത്ര തേടി വെച്ചാലും എത്ര സമ്പാദിച്ചു വെച്ചാലും ഇല്ല പോരാ പോരാ എന്ന് പറയുമ്പോൾ കർത്താവ് അനുദിനം നമ്മളോട് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. ദൈവവചനത്തെക്കുറിച്ചുള്ളൊരു ദാഹവും ദൈവവചനത്തെക്കുറിച്ചുള്ളൊരു എരിവും നമ്മളിൽ ഉണ്ടാകാൻ ഈ നോമ്പുകാലം കൂടുതൽ ശക്തി ആർജിക്കാൻ നമുക്ക് സാധിക്കണം. മത്സ്യവും മാംസവും കഴിക്കുന്നില്ല എന്നുകൊണ്ട് മാത്രം നോമ്പാകുന്നില്ല. ചിട്ടയായി നോമ്പിൻ്റെ നമസ്കാരങ്ങളും ചിട്ടയായ വേദപഠനങ്ങളും ഒക്കെ നടത്തുമ്പോൾ മാത്രമാണ് എത്ര തിരക്കുള്ളവനും ദൈവവചനത്തെ ധ്യാനിക്കാൻ സാധിക്കുമ്പോഴാണ് അപ്പത്തിന് വേണ്ടിയുള്ള ഓട്ടത്തോടൊപ്പം ദൈവവചനത്തിനായിട്ടുള്ള ദാഹം ഉണ്ടാവുക. രണ്ടാമത് പറയുന്ന, നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ. നമ്മൾ പലപ്പോഴും അത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അത്ഭുതങ്ങളെ അന്വേഷിച്ചല്ല, അനുദിനം നടത്തുന്ന ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നോമ്പുകാലത്ത് നമ്മൾ ശക്തിയുള്ളവരായി തീരുന്നത്. പിന്നെയും പറയാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ നിനക്ക് ഞാൻ എല്ലാം തരാമെന്ന്. അവിടെ കർത്താവ് പറയാം, നിന്റെ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. എന്നാൽ ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ദൈവത്തെക്കാൾ കൂടുതൽ മറ്റെന്തിനെല്ലാം നമ്മൾ നമസ്കരിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇന്നതിനെയൊന്നും നമസ്കരിക്കാറില്ല. പക്ഷെ എന്നാലും പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ നമസ്കരിക്കാറുണ്ട്. നമ്മളോടാണ് നമുക്ക് ഏറ്റവും ബഹുമാനം, അല്ലെ? ഒരിക്കലൊരു കവി ചോദിച്ചു, ആരെയാണ് നിനക്കേറെ ഇഷ്ടം? കുഞ്ഞുത്തരമായിട്ട് പറഞ്ഞു, എന്നെയാണ് എനിക്കേറെ ഇഷ്ടം. പിന്നെ ആരെയാണ് നിനക്കേറെ ഇഷ്ടം? എന്നോടുള്ള എൻ്റെ ഇഷ്ടം തീരുന്നില്ലല്ലോ എന്ന്. എന്നോടുള്ള എൻ്റെ ഇഷ്ടം തീരുന്ന കാലമായിടം നോമ്പ് കാലം. ആയതിനാലാണ് നോമ്പുകാരാകുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണെന്ന് മുന്നമേ സൂചിപ്പിച്ചത്. 2, എങ്ങനെയെങ്കിലും നോമ്പ് നോക്കിയാൽ പോരാ, വെടിപ്പോടെ നോമ്പ് നോക്കണം. നോമ്പ് നോക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? ഇല്ലേ, നമ്മൾ അങ്ങനെ ഒരു ഉപഭോഗ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. എനിക്ക് എന്ത് കിട്ടും? എന്നാൽ നമ്മൾ നോമ്പിൻ്റെ നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്, വെടിപ്പോടെ നോമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോടൊപ്പം കലർന്നിരിക്കുന്നു എന്ന്. തലമുറയെക്കുറിച്ചുള്ള എരിവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. വെടിപ്പോടെ വിശുദ്ധിയോടുകൂടി മാതൃകയോടെ ജീവിതം കാണിച്ചു കൊടുക്കുന്നവരുടെ തലമുറയും മാലാഖമാരുടെ സംഘത്തോടൊപ്പം കലർന്നിരിക്കും. അങ്ങനെയെങ്കിൽ എനിക്കെവിടെയാണ് ഒരു വീണ്ടെടുപ്പ് ആവശ്യമായിട്ടിരിക്കുന്നത്? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കെവിടെയാണ് ഒരു വീണ്ടെടുപ്പ് ആവശ്യമായിരിക്കുന്നത് ഈ നോമ്പ് കാലത്തിൽ? ഇന്നത്തെ സന്ധ്യയുടെ ചിന്തയ്ക്കായി ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. വളരെ പരിചിതമായൊരു വേദഭാഗമാണത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയാണ്. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. അത് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഇന്ന് സന്ധ്യയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട്, എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നോമ്പുകാരനാണെന്ന് നീ അവകാശപ്പെടുമ്പോൾ നിനക്ക് പറയാൻ സാധിക്കുമോ നിന്നിലെ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമെന്ന്? പഴയ കയ്യിലിരിപ്പും പഴയ സ്വഭാവത്തിനും യാതൊരു മാറ്റവുമില്ലാതെ ഭക്ഷ്യത്തെ മാത്രം ഉപേക്ഷിച്ച് നോമ്പേറ്റവൻ അല്ല എന്ന് നമ്മൾ പാടാറുണ്ട്. നോമ്പാൽ നേടുന്ന സൗന്ദര്യം ആർക്ക് വർണ്ണിക്കാനാവുമെന്ന് നമ്മുടെ പാട്ടുകാരനോടൊപ്പം നമസ്കാരത്തിൽ പാടാറുണ്ട്. ഭക്ഷ്യത്തെ മാത്രമല്ല, എന്നിലെ ഉണങ്ങിയ അവസ്ഥകൾ ജീവിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ദൈവസന്നിധിയിൽ ഒരു പുതുക്കപ്പെട്ട വ്യക്തിയായി മാറുന്നത്. എവിടെയാണോ എനിക്കൊരു മാറ്റം വരേണ്ടത്, എന്നെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായും വീണ്ടെടുപ്പിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി നമുക്ക് ഓരോരുത്തർക്കും മുഖാന്തരമായി തീരണം. ഇവിടെ പറയുകയാണ്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യെഹെസ്കേൽ പ്രവാചകൻ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ യെഹെസ്കേൽ പ്രവാചകനെ തട്ടി ഉണർത്തി യഹോവയാം ദൈവം ഒരു താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തുകയാണ്. എന്താണ് താഴ്വര? കുന്നുകളുടെ താഴെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താഴ്വര എന്ന് പറയുന്നത്. അതിനെ ഒന്ന് മനസ്സിൽ കാണണം കേട്ടോ. ഒരു വലിയ കുന്നിൻ്റെ താഴെ മനോഹരമായ താഴ്വര. എന്നാൽ ഇവിടെ ആ താഴ്വര മുഴുവൻ
അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. നമുക്കാണെങ്കിലും ഭയം തോന്നും അല്ലേ? ഒന്ന് സങ്കല്പിച്ച് നോക്ക്, ഒരു താഴ്വര മുഴുവൻ അസ്ഥി കൊണ്ട് നിറഞ്ഞിരിക്കുക. അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരുന്നു. അത് ഭയങ്കരമായും ഉണങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാലപ്പഴക്കം സംഭവിച്ചിരിക്കുകയാണ്. അതെല്ലാം ചിന്നി ചിതറി താഴ്വരയിൽ കൂടെ കിടക്കുകയാണ്. എന്നിട്ട് യഹോവയാം ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കുക, അല്ലയോ ദൈവത്തിൻ്റെ പുരുഷ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? മറുപടിയായിട്ട് പറയുകയാണ്, യഹോവയായ കർത്താവേ, അവിടുന്ന് അറിയുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥിയെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിൻ്റെ വചനം കേൾപ്പീനെന്ന്. നീ ഈ അസ്ഥികളോട് പറയണം, ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളെ ദൈവത്തിൻ്റെ വചനം കേൾപ്പീനെന്ന്. ദൈവത്തിൻ്റെ വചനം ആ അസ്ഥിയിന്മേലേക്ക് വീണപ്പോൾ അസ്ഥികളിൽ ഞരമ്പുകൾ വെക്കുകയാണ്. അസ്ഥികൾ തൊക്കുകൊണ്ട് പൊതിയുകയാണ്. അവരിൽ മാംസം വരികയാണ്. അവരോരോ ദൈവത്തിൻ്റെ ശ്വാസം വന്നു, അവർക്ക് ജീവനുണ്ടാകുകയാണ്. 11-ാമത്തെ വാക്യമൊക്കെ ആവുമ്പോഴത്തേക്കും അവരൊരു മഹാസൈന്യമായി ആ താഴ്വരയുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരെക്കുറിച്ചാണ് ഈ അസ്ഥികളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേലിൻ്റെ ചരിത്രം, ചെറിയതായ ഒരു ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാവണം. ഇസ്രായേലിന് 2 വലിയ പ്രയാസ കാലഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് മരുഭൂമിയിൽ കൂടെയുള്ള മിസ്രൈമിയ യാത്രയായിരുന്നു മോശയുടെ നേതൃത്വത്തിൽ. രണ്ടാമതായിട്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ബാബിലോണിയ പ്രവാസമായിരുന്നു. നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു കാര്യമാണ് എന്ത്? ബാബിലോണിയ പ്രവാസം. ആ സമയത്തുള്ളവരാണ് എസ്ര, നെഹമിയാവ്, ദാനിയേല്. ബാബിലോണിൽ നിന്ന് ശക്തന്മാരായ രാജാക്കന്മാർ വന്നിട്ട് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ തലമുറകളെ പിടിച്ചോണ്ട് പോവാണ്. 3 നഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചത്. ഒന്ന്, ഇസ്രായേലിൻ്റെ സ്വത്തുവകകളെല്ലാം കണ്ടുകെട്ടിക്കൊണ്ട് ബാബിലോണിലേക്ക് പോയി. 2, ഇസ്രായേലരുടെ തലമുറകളെയെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോയി. 3, ഇസ്രായേലിൻ്റെ ദേവാലയത്തെ അവർ കൊള്ളയിട്ടുകൊണ്ട് പോയി. ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. കാരണം നമ്മുടേതല്ല പോയത്. ആരുടേതാ പോയത്? ഇസ്രായേൽ ജനത്തിൻ്റെയാ പോയത്. വെറുതെ കേട്ടോ, വെറുതെ ഞാനൊന്ന് പറയട്ടെ, തിരിച്ചു ചെല്ലുമ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും മാനസിക അവസ്ഥ? ഒരു മിനിറ്റ് ഇങ്ങനെ നിൽക്കും അകത്തോട്ട്. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നോ? ഒന്ന് വെറുതെ ചെല്ലുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? പറ. ഇപ്പം ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ? അങ്ങനെയെങ്കിലും ഓർത്തു നോക്ക്. ഇസ്രായേൽ ജനം ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരായി മാറി. ആ വലിയ ദുഃഖം. 2, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മളുടെ കൂടെയുള്ളവർ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. പക്ഷെ എന്നാൽ അവരുടെ തലമുറകളെ പിടിച്ചുകൊണ്ട് പോയി. അതാ 137-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ കരഞ്ഞു, അലരി വൃക്ഷത്തിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. അന്യദേശത്ത് ഞങ്ങൾ സിയോൻ ഗീതം പാടുന്നത് എങ്ങനെ? ആ അന്യദേശത്ത് പിടിച്ചുകൊണ്ട് പോയ തലമുറയോടാണ് പറയുന്നത്, സിയോൻ ഗീതങ്ങൾ പാടാൻ ഞങ്ങൾ എങ്ങനെ അന്യദേശത്ത് ഞങ്ങളുടെ ദൈവത്തെ സ്തുതിച്ച് പാട്ടുപാടുമെന്ന് പിടിച്ചുകൊണ്ട് പോയവർ അവിടെ ഇരുന്ന് പറയുന്നതാണ് 137-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഇസ്രായേലിൽ മാതാപിതാക്കൾ നെഞ്ചുപൊട്ടിക്കരയാണ്, മക്കളെ ഓർത്തും അവരുടെ സമ്പാദ്യത്തെ ഓർത്ത്. അവിടെ മക്കൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നോർത്ത് സങ്കടപ്പെട്ട് കരയാണ്. അന്ന് വാട്സപ്പും ഒരു മാധ്യമങ്ങളും ഫോണും ഒന്നും ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ തലമുറ എന്തായിത്തീരുമെന്ന് മാതാപിതാക്കളും, ഞങ്ങളുടെ മാതാപിതാക്കൾ നശിച്ചു പോകുമോ എന്ന് മക്കളും സങ്കടപ്പെട്ട് ഉണങ്ങിയ അവസ്ഥയാണ്. 3, അവരുടെ ആശ്രയമായിരിക്കുന്ന അവരുടെ ദേവാലയം, അല്ലേ, അവരുടെ ആശ്രയമായിരിക്കുന്ന അവരുടെ ദേവാലയം പൂർണ്ണമായിട്ടും കൊള്ളയിട്ടുകൊണ്ട് പോയി. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഏറ്റവും പ്രൗഡായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലേ, ഏത് നാട്ടിൽ ചെന്നാലും കേൾക്കുന്ന കാര്യമാണ്, കൊച്ചുമേ ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ വിളിച്ചാ പറ. അതിന് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ചെന്നിത്തല പള്ളി ആ പുഞ്ചയുടെ തീരത്ത്, അവിടെ ചെന്ന് ഇങ്ങനെ കൈ ഒന്ന് വെച്ച് വിളിച്ചാൽ. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഇല്ലാതായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം. അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇസ്രായേലിനെ കുറിച്ചാണ്. 11-ാമത്തെ വാക്യം പറയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ആ അസ്ഥിയിലേക്ക് വീണാൽ, ദൈവത്തിൻ്റെ വചനം അസ്ഥിയിൽ വ്യാപരിച്ചാൽ അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക്, പുത്തൻ ഇസ്രായേൽ ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഉണങ്ങിയ അസ്ഥികൾ ഏറെയുണ്ട്. ഉണങ്ങിയ ചില സ്വഭാവങ്ങൾ, മാറ്റമില്ലാത്ത, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ സംസാരം ഇങ്ങനെയാണ്,
എന്നോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇവിടെ പറ. നിന്നാ മതി, സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, വേണമെങ്കിൽ എടുത്താൽ. ഇങ്ങനെയുള്ള സംസാരങ്ങൾ, ഞാൻ ഇങ്ങനെയാണ്, പാപാവസ്ഥയിൽ ഞാൻ എവിടെയാണ് ഉണങ്ങിയിരിക്കുന്നത്? ദേഷ്യത്തിലാണോ, അസൂയയിലാണോ? ഞാൻ എവിടെയാണ് ഉണങ്ങിയിരിക്കുന്നത് എന്ന് ഒരു വീണ്ടെടുപ്പ് അവിടെ നിന്ന് ആവശ്യമാണ്. നോമ്പുകാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സർവീസിങ് പീരീഡാണെന്ന് ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു. വണ്ടിയൊക്കെ സർവീസ് ചെയ്തെടുക്കുന്നത് പോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയാണ്, ആകെ മൊത്തം പഴുപ്പ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. പഴുപ്പുകൾ. നമ്മളോടാണ് മരുന്ന് വെക്കാൻ പറയുന്നെങ്കിൽ നമുക്ക് നമ്മളെ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ല. നമ്മളെന്ത് എടുക്കും? ബിറ്റാഡിൻ വാങ്ങി അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു തുണി വെച്ച് കെട്ടും, അല്ലെങ്കിൽ ബാൻഡേജ് വെച്ച് ഒട്ടിക്കും. എന്നാൽ ഈ പഴുത്തിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നമ്മുടെ കാലങ്ങോട്ട് പിടിച്ചു വെച്ച് 2 കൈ കൊണ്ടും പിടിച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങോട്ട് ഒഴിച്ച് ഈ പഴുപ്പ് ഞെക്കിക്കളഞ്ഞ്, അല്ലേ, അതിവേദനയോടുകൂടി ഈ പഴുപ്പിനെ പുറത്ത് കളഞ്ഞിട്ടാണ് അവർ വെച്ച് കെട്ടുന്നത്. ഇതിനാണ് പരിശുദ്ധ സഭ നോമ്പുകാലം ഒരുക്കി തരുന്നത്. പഴുപ്പിനെ ഞെക്കിക്കളഞ്ഞ് പുതിയൊരവസ്ഥയിലേക്കാകുമ്പോൾ മാത്രമാണ് എന്നിലെ മുറിവുകൾ വ്രണമാകാതെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ മരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ കാലഘട്ടത്തിൽ, ഈ നോമ്പിൻ്റെ കാലം ആകുമ്പോഴത്തേക്കും മരമെല്ലാം ഇലയെ പൊഴിക്കും. എന്തിനു വേണ്ടിയാ? നമ്മളോട് പറയാണ്, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മരത്തെ നീ നോക്ക്, പഴുത്ത ഇലകളെ കാലങ്ങൾ ചേരുമ്പോൾ പൊഴിക്കാൻ അത് അതിനെ തന്നെ വിട്ടുകൊടുക്കുന്നത് പോലെ നിന്നിലെ പഴുപ്പിനെ ഒന്ന് കളഞ്ഞ് എവിടെയാണോ എൻ്റെ തെറ്റ് തിരുത്തേണ്ടത്, ഒരു വീണ്ടെടുപ്പിന് ഞാൻ തയ്യാറാകണം. എന്നാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരിക്കലേ ഒരു കാളവണ്ടിക്കാരൻ ഇങ്ങനെ കണ്ടത്തിറമ്പിക്കൂടെ കാളവണ്ടിയുമായിട്ട് പോകുകയാണ്. ദൂരേന്ന് കാണാം ഒരു വലിയ ഭാണ്ഡവും തലയിൽ വെച്ചുകൊണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ നടന്നു പോവുക. ഈ കാളവണ്ടിക്കാരൻ അയാളുടെ കാളവണ്ടി അവിടെ നിർത്തി. എന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു കയറിക്കോളാൻ. ഈ മനുഷ്യൻ കയറിയോ എന്ന് ചോദിച്ചപ്പോഴൊന്ന് മൂളി. വഴി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാളവണ്ടിക്കാരൻ അയാളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. മൂളലും ഞരങ്ങലും അല്ലാതെ അയാൾ വാ തുറന്നൊരു അഭിപ്രായവും പറയുന്നില്ല. അപ്പം ഈ കാളവണ്ടിക്കാരൻ വിചാരിക്കുക, ഈ മനുഷ്യനെന്താ എന്നോട് തിരിച്ചൊന്നും മിണ്ടാത്തത്? അയാൾ ആ കാളവണ്ടിയിൽ നിന്ന് തിരിഞ്ഞൊന്ന് നോക്കി. അയാൾക്ക് മിണ്ടാൻ സാധിക്കാത്തതിന് കാരണം ഇപ്പോഴും ആ ഭാരം തലയിലും വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ കാളവണ്ടിയിലും ഇരിക്കുന്നത്. ആ ഭാരം അയാൾ താത്തു വെച്ചിട്ടില്ല. നമ്മളും നോമ്പാകുന്ന ഒരു സ്വർഗീയ വാഹനത്തിൽ കയറിയിരിക്കുന്നുണ്ടെങ്കിലും എന്നിലെ മാറ്റം വരാത്തതിനെ ചുമന്നുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമുക്കൊരു വീണ്ടെടുപ്പുണ്ടാകണം. എവിടെ നിന്നാണ് നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകേണ്ടത്? ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട വീണ്ടെടുപ്പ് നമ്മുടെ നിർജീവ അവസ്ഥകളിൽ നിന്നൊരു വീണ്ടെടുപ്പ്. ആത്മീയവും ഭൗതികവുമായി നിർജീവമായ പല അവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നു പോയിരിക്കുക. ആ അവസ്ഥകളിൽ നിന്നെല്ലാം ഒരു വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമല്ലയോ? ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തിയുടെ പേര് ഇസഹാക്ക് എന്നാണ്. എങ്ങനെയാണ് ഇസഹാക്ക് നിർജീവമായ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഒരു വീണ്ടെടുപ്പിന് തന്നെ സമർപ്പിച്ചതെന്ന് 26-ാം അധ്യായത്തിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 26-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നു, അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലെ ഒരു വലിയ ക്ഷാമം വീണ്ടും ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഇസഹാക്ക് ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുത്തേക്ക് പോയി. യഹോവ അവനോട് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ മിസ്രൈമിലേക്ക് പോകരുത്, മറിച്ച് നീ എന്ത് ചെയ്യണം? ഞാൻ നിന്നോട് കൽപ്പിക്കുന്നിടത്തേക്ക് പോകുക. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയോട് ആലോചന ചോദിച്ച് ഇസഹാക്ക് ഗെരാർ എന്നൊരു ദേശത്തേക്ക് പോകുകയാണ്. ഗെരാർ എന്ന ദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ ഇസഹാക്കിൻ്റെ അപ്പൻ ആരാ? അബ്രഹാം പോയ ദേശമാണ് ഗെരാർ. അബ്രഹാം ആ ദേശത്ത് പാർത്തു. അബ്രഹാം ആ ദേശത്ത് കൃഷി ചെയ്തു. അബ്രഹാമിന് ആടുമാടുകൾ ഉണ്ടായി. അനേക കിണറുകൾ കുഴിച്ച ആ ദേശത്തെക്കുറിച്ച് അവൻ ഓർത്തു. കഷ്ടനഷ്ട ശോധനകളിൽ പിതാക്കന്മാരെ കണ്ടുപഠിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടല്ലേ? ക്ഷാമകാലത്ത് എൻ്റെ പിതാക്കന്മാരെ ക്ഷേമമായി പോറ്റിയൊരു ഇല്ലേ? ഇവിടെ അതില്ലേ? ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും
എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ജീവിതത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ക്ഷാമത്തിലും ഞെരുക്കത്തിലും ഇസഹാക്കിനൊരു ബോധ്യമുണ്ടായി. എൻ്റെ അപ്പനായ അബ്രഹാം പോയ ദേശത്തേക്ക് പോകണം. ആ ദേശത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഫെലിസ്തീനയുടെ ദേശമാണ്, അമാലേക്ക് ഭരിക്കുന്ന ദേശമാണ്. എന്നാൽ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ യഹോവയാം ദൈവം പറയാണ്, നീ ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ ഈ ദേശത്ത് അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കൊക്കെയും ഞാൻ ഈ ദേശം തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും, നീ ഈ ദേശത്ത് താമസിക്കുക. ഇവിടെ പറയുകയാണ്, നീ ഈ ദേശത്ത് താമസിക്കുക. ഈ ദേശത്ത് താമസിക്കുന്ന ദേശനിവാസികളെ യഹോവയാം ദൈവം അനുഗ്രഹിച്ച് ഈ മനോഹര ദേശത്ത് താമസിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ പറയാണ്. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് എത്രയോ പേർക്ക് സാധിക്കാത്ത ഈ അനുഗ്രഹം ഈ ദേശത്ത് നിങ്ങൾ അനുഭവിക്കുന്നത്. രണ്ടാമത് വീണ്ടും പറയാണ്, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ഈ ദേശമൊക്കെയും തരും. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മളും നമ്മുടെ തലമുറയും ഈ ദേശത്ത് തല ഉയർത്തി നടക്കുക എന്ന്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കും. നിന്റെ പിതാക്കന്മാർ ഈ ദേശത്ത് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ദേശത്ത് ഇന്ന് ഇത്രയും അനുഗ്രഹം അവർ ചെയ്തതിൻ്റെ കൂലിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നിൻ്റെ മാതാപിതാക്കളോടൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. നമ്മുടെ മക്കൾക്കായിട്ട് നമ്മൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? എന്ത് മാതൃകയാണ് കരുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് കർത്താവേ, എൻ്റെ കർത്താവേ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇസഹാക്കിന് കിട്ടിയതുപോലെ എൻ്റെ നീതി എൻ്റെ മക്കൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞാൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. കർത്താവേ, എന്നെ ഒന്ന് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു, ആ ദേശത്ത് താമസിച്ചു, അവിടെ കൃഷി ചെയ്തു, ആടുകളും മാടുകളും ആടുകളും മാടുകളും ഒക്കെ വർദ്ധിച്ചു. ആ ദേശത്ത് അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർ എന്ത് ചെയ്തെന്നറിയാമോ? അവന്റെ കിണർ മൂടിക്കളഞ്ഞു. മൂടിക്കളയുകയാണ് ചെയ്തത്. ഇസഹാക്ക് പരിഭവിച്ചില്ല. ഇസഹാക്കിന് വേണമെങ്കിൽ പറയായിരുന്നു, ദൈവമേ, ഞാൻ നിന്നോട് ചോദിച്ചിട്ടല്ലേ പോയത്, നീ എന്താ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്? പലപ്പോഴും ജീവിതത്തില് നമ്മുടെയൊക്കെ ഒരു വലിയ ചോദ്യമാ, ദൈവമേ, എനിക്ക് മാത്രം എന്താ, എനിക്ക് മാത്രം എന്താ ഈ അവസ്ഥ, അല്ലേ? എന്നാൽ ഇസഹാക്ക് പരിഭവിച്ചില്ല. ഇസഹാക്ക് അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ ആട്ടിടയന്മാർ അവനെ ഓടിച്ചു വിട്ടു. 3-ാമത് അവൻ അടുത്ത ദേശത്തേക്ക് പോയി. അബ്രഹാം കുഴിച്ച കിണറ്റിൽ നിന്ന് വെള്ളം പോലും എടുക്കാൻ സംഭവിക്കാതെ വീണ്ടും ആട്ടിടയന്മാർ ഇസഹാക്കിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. ഇസഹാക്ക് പരിഭവിച്ചില്ല, 4-ാമത്തെ ദേശത്തിലേക്ക് പോയി. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിർജീവമായ പല അവസ്ഥകളുണ്ടാവും. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവര് നമ്മളെ ഒരിക്കൽ അസൂയയോടെ നോക്കുന്ന അവസ്ഥകളുണ്ടാവും. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവര് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളോട് പ്രവർത്തിക്കും. പക്ഷെ നമ്മുടെ കിണറുകൾ മൂടിയാലും ഇസഹാക്കിനെ പോലെ കർത്താവേ, മൂടിയ കിണറുകളിലേക്ക് നോക്കി കരയാൻ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയാൻ, കയ്യിൽ നിന്ന് പോയതിനെ കുറിച്ച് ഓർത്തല്ല കരയേണ്ടത്. കാരണം എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. കാരണം നഷ്ടപ്പെട്ടു പോയതിനെ തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനമായ സങ്കടത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്താ? ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തുള്ള അന്ന് അങ്ങ് ഡൽഹിയിലെങ്ങാനും നിന്നാ മതിയായിരുന്നു, അന്ന് ഇവിടുന്ന് അങ്ങ് പോയാൽ മതിയായിരുന്നു. ചുമ്മാതെ ഈ പുഞ്ചയും കണ്ടോണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇല്ലാത്തതിനെ, അന്ന് എഞ്ചിനീയറിങ്ങിന് പോകണ്ടായിരുന്നു, മോനെ വിടണ്ടായിരുന്നു, എന്തിനു വിട്ടാൽ മതിയായിരുന്നു? പറ. അന്ന പിന്നെ ഇപ്പൊ എവിടെ ഇരിക്കായിരുന്നു? അതുകൊണ്ടല്ലേ വടക്കേലെ സാലി എവിടെ പോയത്? ഓസ്ട്രേലിയ കണ്ടത്. ഞാൻ മണ്ടി. ഇങ്ങനെ ഇല്ലാത്തതിനെ കുറിച്ച്, മൂടിയ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച്. നമ്മുടെ നിരാശയുടെ ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളിൽ പലരും കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കുന്നവരാ. വേറെ കുറച്ച് പേരുണ്ട്, എന്തെന്നറിയോ? നാളെയെ കുറിച്ചുള്ള ആദി കൊണ്ട് എന്താവും നാളെയെക്കുറിച്ച് ചിന്തയില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഇസഹാക്ക് അടുത്ത ദേശത്തേക്ക് പോകുകയാണ്. അവിടെ ആട്ടിടയന്മാർ വീണ്ടും അവനെ ആട്ടിപ്പായിക്കുന്ന സഹോദരങ്ങളെ നോക്കിയല്ല ഇസഹാക്ക് കരഞ്ഞത്, നിന്ദിച്ചവരെ നോക്കിയല്ല ഇസഹാക്ക് കരഞ്ഞത്. ഇസഹാക്ക് കരഞ്ഞതോ ജീവനുള്ള അവന്റെ ദൈവത്തെ നോക്കിയാണ്. ജീവനുള്ള ദൈവത്തെ നോക്കി കരയാൻ
ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എന്തു മാറ്റം ഈ ഒരാഴ്ച കാലം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. വ്യക്തിപരമായിട്ട് അല്പം കൂടെ ദൈവത്തോട് അടുക്കാൻ അടുത്ത നോമ്പിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് ആരും മിണ്ടുന്നില്ല. അടുത്ത നോമ്പിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ തുടങ്ങുവാണ് പാട്ടെങ്കിൽ നമ്മൾ പാടും, ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റമടുത്തായതെനി എത്രയാനന്ദം. അങ്ങനെ പറഞ്ഞ എന്താ? ഇന്നലേക്കാൾ ഞാൻ എൻ്റെ പ്രിയന്റെ നാടിനോട് അടുത്തെന്ന് പറഞ്ഞ ആയുസിന്റെ ഒരു ദിവസം കൂടെ അറിഞ്ഞാൽ നമ്മൾ പല പാട്ടും, ഇതിന്റെ അർത്ഥം അറിയാമെങ്കിൽ നമ്മൾ പല പാട്ടും പാടത്തേ ഇല്ല, ഇല്ലേ? നമ്മൾ പാടത്തേ ഇല്ല. അപ്പൊ അങ്ങനെ മൂടിയ കിണറിലേക്കല്ല, ഓടിച്ചു വിട്ടവരെ നോക്കിയല്ല, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തല്ല, ദൈവം കരുതി വെച്ചിരിക്കുന്ന നന്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് ചേർന്ന് വരാൻ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾ മക്കളുടെ മുൻപിൽ മാതൃകയുള്ളവരായിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന പ്രാർത്ഥിക്കുന്നതിന് തക്കമുള്ള പ്രവൃത്തി ചെയ്യാൻ തലമുറയുടെ മുൻപിൽ, ദേശത്തിന് മുൻപിൽ, ദേവാലയത്തിന് മുൻപിൽ മാതൃകയുള്ളവരാകണം. അപ്പോഴാണ് നിർജീവമായ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നത്. വീണ്ടും ഇസഹാക്ക് പോയ പുറകെ ആരും കാണും. തീർച്ചയായിട്ടും ഇസഹാക്കിന്റെ കുടുംബവും കാണും. ഈ അബ്രഹാമും ഇസഹാക്കും ഇയ്യോബും ഒക്കെ യാത്ര ചെയ്യുന്നത് കൂടും കുടുക്കയും കുടുംബവും എല്ലാമായിട്ടാണ്, അല്ലെ? ആടും മാടും സമ്പത്തും എല്ലാമായിട്ടാണ്. എന്നാൽ തീർച്ചയായിട്ടും ഈ ശോധനകളിൽ ഒരിക്കൽ പോലും ഇസഹാക്കിന്റെ കുടുംബം ഇസഹാക്കിനെ തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞില്ല. കുടുംബ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ അവരുടെ യാത്രകളിലും അവരുടെ നിന്ദകളിലും എല്ലാം അവർക്ക് സാധിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ പരസ്പരം ശക്തിപ്പെടുത്താൻ, തലമുറകളെ ശക്തിപ്പെടുത്താൻ ചിട്ടയായി കുടുംബ പ്രാർത്ഥനയുള്ള എത്ര വീടുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചേ, രാവിലെയും വൈകുന്നേരവും ചിട്ടയായിട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ വീട് ഉണ്ടോ എന്ന്. നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നോമ്പ് ബോറടിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, കൃത്യമായിട്ട് നോമ്പിന്റെ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുക. ഇപ്പൊ അരുമലയിലോട്ട് ചെന്നാൽ ഗദ്യപുസ്തകം, പദ്യപുസ്തകം വാങ്ങിച്ചാൽ അച്ഛനെ കൂടെ നമ്മൾ വീട്ടിൽ താമസിപ്പിക്കേണ്ടി വരും. ഗദ്യപുസ്തകം വാങ്ങിച്ച് അർത്ഥമറിഞ്ഞ് ചിട്ടയോടുകൂടി ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓരോ ദിവസവും നോമ്പിന്റെ നമസ്കാരം എന്നെ പഠിപ്പിക്കും. അല്ലയോ നോമ്പുകാരാ, നീ നോമ്പ് നോക്കുകയും നിന്റെ നാവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നീ പണിയുകയും പൊളിച്ചു കളയുകയും ചെയ്യുന്നവനോട് സമനാണ് എന്ന് വായിക്കുമ്പോൾ ഏത് മലയാളം വായിക്കാൻ അറിയാവുന്നവനും മനസ്സിലാവും കർത്താവ് എന്നോടാണ് സംസാരിക്കുന്നത്. പിറ്റേ ദിവസത്തെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലും, അല്ലയോ നോമ്പുകാരാ, നിന്റെ നോമ്പ് ദൈവസന്നിധിയിൽ സുഗന്ധ ധൂപം പോലെയാകണം. അടുത്ത ദിവസം നമ്മൾ ചൊല്ലും, എൻ്റെ നോമ്പ് ഞാൻ പ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ ദുർഗന്ധം വമിക്കുന്നതായി തീരുമെന്ന് ചൊല്ലും. അടുത്ത ദിവസം നമ്മൾ ചൊല്ലും, അല്ലയോ നോമ്പുകാരാ, പണിക്കാരൻ പണിയായുധവുമായി വയലിനെ അന്വേഷിച്ച് ചെല്ലുന്നത് പോലെ ആവശ്യക്കാരനെ അന്വേഷിച്ച് ചെന്ന് അവന്റെ കാര്യങ്ങളെ നടത്തി കൊടുക്കുമ്പോഴാണ് നിന്റെ നോമ്പ് നോമ്പായി തീരുന്നത്. അതിന്റെ അടുത്ത ദിവസം നമ്മൾ ചൊല്ലും, അന്യനെ ഉപദേശിക്കുന്നുവെങ്കിലും ഞാൻ എന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? ഇതെല്ലാം വലിയ തിയറിയൊന്നുമല്ല, നമ്മുടെ നോമ്പിന്റെ ഗദ്യ പുസ്തകത്തിലെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലെ ഓരോ വരികളാണ്. കുടുംബമായി ശക്തിപ്പെടാൻ, ഏത് പ്രതിസന്ധിയിലും ഒന്നിച്ചു നിൽക്കാൻ, കഷ്ടത്തിലും രോഗത്തിലും സാധിക്കണമെങ്കിൽ നോമ്പും നമസ്കാരങ്ങളും വെടിപ്പുള്ളതായി തീരണം. ഇവിടെ ഇസഹാക്ക് നാലാമത് അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ആ സ്ഥലത്ത് ചെന്നപ്പം ആരും അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടില്ല. ഇസഹാക്ക് എന്ത് ചെയ്തെന്നറിയാമോ? 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ഈ ദേശത്ത് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദേശത്തിന് രഹോബോത്ത് എന്ന് പേരിട്ടു. യഹോവ ഇന്ന് നമുക്കിവിടെ ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് രഹോബോത്ത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് രഹോബോത്തിന്റെ അനുഭവത്തിലാണ്. ഇവിടെ നിന്ന് ആരെങ്കിലും നിങ്ങളെ ഇറക്കി വിടുവോ? ഇത് നമ്മുടെ ദേശം, ഇത് എൻ്റെ ദേശം, ഇത് എൻ്റെ വീട്, എൻ്റെ അപ്പൻ എനിക്ക് എൻ്റെ അപ്പൻ എനിക്ക് തന്നു, അല്ലെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ, അല്ലെ? രഹോബോത്തിന്റെ അനുഭവം.
ആ അനുഭവം നൽകിയ ദൈവത്തിന്റെ മുൻപിൽ ഇസഹാക്ക് എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഇസഹാക്ക് ദൈവസന്നിധിയിൽ അന്ന് രാത്രിയിൽ മുട്ടുമടക്കി യഹോവയാം ദൈവം ഇസഹാക്കിനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇസഹാക്കെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. 24-ാമത്തെ വാക്യമാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സുഖത്തിൽ മാത്രമല്ല, നിന്റെ ദുഃഖത്തിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? നിന്നോട് കൂടെയുള്ള ദൈവത്തോടൊപ്പം തുഴയാൻ ഞാൻ തയ്യാറാകണം. ഒരിക്കലേ ഒരു കടത്തുകാരൻ കടത്ത് കഴിഞ്ഞ് വള്ളം കെട്ടിവെക്കുക. അപ്പൊ ഒരു മനുഷ്യൻ ഒരു ഭാണ്ഡവുമായിട്ട് ഓടി വരിക. ഈ കടത്തുകാരനോട് പറഞ്ഞു, എനിക്ക് അപ്പുറത്ത് പോണം. അപ്പൊ കടത്തുകാരൻ പറഞ്ഞു, അയ്യോ ഇല്ല, ഇന്നത്തെ വള്ളത്തിന്റെ സർവീസ് കഴിഞ്ഞു, ഇന്നത്തെ വള്ളത്തിന്റെ സർവീസ് കഴിഞ്ഞു. അന്നേരം ഇയാൾ പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ, എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തേ പറ്റൂ, എനിക്ക് അപ്പുറത്ത് പോയേ പറ്റൂ. ഇയാൾ പറഞ്ഞു, ശക്തിയായ കാറ്റുണ്ട്, മഴ പെയ്യും, കാലാവസ്ഥ പ്രതികൂലമാണ്, അതുകൊണ്ട് എനിക്ക് വള്ളം ഇറക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ വീണ്ടും വാശി പിടിച്ചു, പ്ലീസ് എനിക്ക് അപ്പുറത്ത് പോയേ മതിയാവൂ. ഇത് കേട്ട് ഇയാളുടെ നിർബന്ധത്തിന് തോണിക്കാരൻ തോണി ഇറക്കി പതുക്കെ തുഴഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായ കാറ്റ് പ്രതികൂലമായപ്പോൾ വള്ളക്കാരൻ സ്വാഭാവികമായിട്ട് വള്ളത്തിൽ കയറി ഭാണ്ഡവും കെട്ടിപ്പിടിച്ചിരിക്കുന്നവനോട് ചോദിച്ചു, നീന്താൻ അറിയാമല്ലോ അല്ലേ? അയാൾ മറുപടിയായിട്ട് പറഞ്ഞു, ഇല്ല. അപ്പൊ വള്ളക്കാരൻ ചോദിച്ചു, നീന്താൻ അറിയില്ലേ? ഇല്ല. വള്ളം മറിഞ്ഞാൽ? ഇയാൾ അതിന് മറുപടി പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം ചേട്ടാ, എനിക്ക് ഒറ്റ കാര്യം അറിയത്തുള്ളൂ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ശക്തിയായി മഴ പെയ്തു, ഇടിയും മിന്നലും മഴയും കൂടെ പെയ്ത് വള്ളം മറിഞ്ഞു. അവര് വെള്ളത്തിൽ വീണു. തോണിക്കാരന് വല്ലാതെ സങ്കടം തോന്നി. അയാൾ മുങ്ങാങ്കുഴിയിട്ട് ഈ മനുഷ്യനെ തപ്പുക, പക്ഷെ അയാളെ കിട്ടിയില്ല. വളരെ നിരാശയോടെ ഈ തോണിക്കാരൻ അടുത്തുള്ള കരയിലേക്ക് ഒരു പാറയിൽ കയറിയിരുന്ന് എന്തു ചെയ്യും? പെട്ടെന്നൊരു കാൽ പെരുമാറ്റം, തോർത്ത് കുടയുന്ന ശബ്ദം. ഇത് കണ്ട് അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കൂടെ വള്ളത്തിലിരുന്നവൻ തന്നേക്കാ മുൻപേ കരയിലെത്തി. തോണിക്കാരന് പെട്ടെന്ന് ദേഷ്യം വന്നത്. അയാളോട് ചോദിച്ചു, താനല്ലേ പറഞ്ഞു തനിക്ക് നീന്താൻ അറിഞ്ഞൂടാന്ന്? അയാൾ മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാന്ന്. പിന്നെ ഇയാൾ എങ്ങനെയാണോ ഇവിടെ എത്തിയത്? എനിക്ക് എത്തിയേ മതിയാവൂ, എനിക്ക് നീന്തിയേ മതിയാവൂ, എനിക്ക് എൻ്റെ വീട്ടിൽ ഇത് ഏൽപ്പിച്ചേ മതിയാവൂ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. നീന്താൻ അറിയുമായിട്ടാണോ നമ്മൾ ഇത്രയായി തീർന്നത്? തുഴയാൻ അറിയുമായിട്ടാണോ നമ്മൾ ഇത്രയും എത്തിയത്? പലപ്പോഴും പല സന്ധിയിലും ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം ഇത്രത്തോളം എത്തിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കാറില്ലേ? അത്ഭുതത്തോടെ നമ്മൾ ചിന്തിക്കാറില്ലേ? ദൈവമേ, ഇത്രയൊക്കെ ആയത് എങ്ങനെയാ? ഈ കുഞ്ഞിനെയുമായിട്ട് ഞാൻ ആശുപത്രി കിടന്ന സമയത്ത് ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. ഇപ്പൊ അവന് വയസ്സ് 25ആയി. കർത്താവേ, ഇതെങ്ങനാ? എല്ലാവർക്കും വീടുണ്ടായിരുന്നു, എനിക്ക് മാത്രം നല്ലൊരു വീടില്ലാഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പതേ ദൈവം എനിക്കൊരു വീട് തന്നു. ഇതെങ്ങനെയാ കർത്താവ് ഇതൊക്കെ നേടിയത്? പലപ്പോഴും പലതും നമ്മൾ ചിന്തിക്കാറില്ലേ? പലപ്പോഴും പലതും ചിന്ന ഭിന്നമായി എന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഭാണ്ഡമുണ്ട്. നമ്മുടെ ജീവിതം നമുക്കപ്പുറത്തെത്തിയേ മതിയാവൂ എന്നുള്ള ആ ഒരു ഉള്ളിലുള്ള പ്രേരണയിൽ നമ്മെ തുഴയാൻ സഹായിക്കുന്ന പ്രാർത്ഥനയും ഉപവാസവുമാണ് നോമ്പിന്റെ വഞ്ചിയിൽ കയറി സ്വർഗ സിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ഒരു നോമ്പുകാരൻ ദൈവത്തിന്റെ ആരാധനയിൽ ശക്തിപ്പെടുമ്പോൾ മാത്രമാണ് അവന്റെ വള്ളം വഴിയിൽ വെച്ച് മുങ്ങിപ്പോകാതെ ഇരിക്കുന്നത്. പലപ്പോഴും കാറ്റുണ്ടാകും, പലപ്പോഴും പേമാരി ഉണ്ടാകും, തകർന്നു പോയി എന്ന് വിചാരിക്കും. ലോകരെല്ലാം വിചാരിച്ചാലും അവിടെ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് കഴുകന്റെ ചിറകുകളെ തന്ന ഒരു ദൈവത്തെ ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മളോട് തന്നെ ചോദിക്കേ, എൻ്റെ കഴിവിൻ്റെ അനുസരിച്ചാണോ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്? എൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ അഭിപ്രായത്തിൽ പറയാ, എൻ്റെ കഴിവിനോ എൻ്റെ യോഗ്യതയ്ക്കൊക്കെ എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം. എല്ലാവർക്കും പറയാൻ അങ്ങനെ ഒരു കഥയുണ്ട്, ഒന്നല്ല ഒരുപാട് കഥ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചു നോക്ക്, അവരുടെ എല്ലാം ജീവിതത്തില് ഒന്നല്ല വീട്ടിലെ ഏറ്റവും മണ്ടൻ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും മണ്ടി, പക്ഷെ ദൈവമേ നീ എന്നെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ച ദൈവമാ. ഇസഹാക്ക് എന്ത് ചെയ്തെന്നറിയാമോ? ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിൽ
ദൈവസന്നിധിയിൽ ആരാധന നടത്തുകയാണ്. അവിടെ ഒരു കല്ലിട്ട് അവൻ ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, എൻ്റെ ആരാധന ജീവിതത്തെ ശക്തിപ്പെടുത്താൻ, ഈ നോമ്പുകാലം എൻ്റെ നിർജീവ അവസ്ഥയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ആരാധനയുടെ അനുഭവം. നമ്മളോട് ആരെങ്കിലും പറയാണ്, നമ്മുടെ ഭദ്രാസനത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നമ്മുടെ പള്ളിയിൽ നിന്ന് ഇത്ര പേരെ കൊണ്ടുവന്നേക്കാം എന്ന് പറയുന്നതല്ലാതെ പള്ളി സ്നേഹമല്ല വേണ്ടത്, ആരാധനാ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആരാധന, അതിപരിശുദ്ധ വിശ്വാസം, പിതാക്കന്മാർ നെഞ്ചിലെത്തിയ വിശ്വാസം തലമുറയിലേക്ക് കൊടുക്കാൻ ഞാൻ എപ്പോഴാണ് ആരാധനയ്ക്ക് ദേവാലയത്തിൽ ചെല്ലുന്നത്? ഒരു പണിയില്ല, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നുള്ളതേ ഉള്ളൂ അല്ലേ? കൂടി വന്നാൽ 15 ഇഡ്ഡലി ഉണ്ടാക്കണം, അതിനപ്പുറത്തൊന്നും. ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എവിടെയുള്ളൂ? ചെങ്ങന്നൂർ അല്ലെങ്കിൽ മാവേലിക്കരയേ ഉള്ളൂ. പക്ഷെ ട്രെയിൻ 8 മണിക്കാണെങ്കിൽ നമ്മൾ 7 മണിയാകുമ്പോഴേ അവിടെ പോയിരിക്കും. പക്ഷേ അച്ഛൻ പാടിപ്പാടി നിഷ്ഠയിൽ നിന്നെ പെറ്റ, തിരിഞ്ഞു നോക്കും, പാവന കന്യകയോടൊപ്പം അച്ഛനും കാണും, നിഷ്ഠയോടെ പ്രസവിച്ച പരിശുദ്ധ അമ്മയും കാണും. അത് കഴിഞ്ഞ് അച്ഛൻ മഹിതന്മാർ ബേസേലിയോസ്, ഗ്രിഗോറിയോസ് ഇവരൊപ്പം. അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശുശ്രൂഷക്കാർ 2 പിള്ളേർ കുപ്പായം ഇടും. നാഥാദേവ, അച്ഛൻ തിരിഞ്ഞങ്ങ് നിൽക്കും. നമ്മളൊക്കെ വരുന്നത് സ്വർഗത്തിൽ നിന്നുള്ള മുഴുവൻ പേരും വന്നെത്തിക്കഴിഞ്ഞാണ്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ തലമുറയുടെ മുൻപിൽ മാതൃകയാണെന്ന് പറയാൻ സാധിക്കുക? പള്ളി സ്നേഹമല്ല വേണ്ടത്, ദൈവാരാധനയെ സ്നേഹിപ്പോർ ധന്യർ എന്നൊക്കെ നമ്മൾ നമസ്കാരത്തിൽ പാടാറുണ്ടല്ലേ. അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെക്കാൾ മികച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല അല്ലേ? മോശ വടികൊണ്ട് വാരിതിയെ പകുത്തതും, യോസഫ് മിസ്രൈമിന്റെ അധിപതിയായി തീർന്നതും, ഹാനനിയ പൈതങ്ങൾ വിടുവിക്കപ്പെട്ടതും എല്ലാം ദൈവ ആരാധനയിൽ ശക്തിപ്പെട്ടതാ. അങ്ങനെയെങ്കിൽ ഈ നോമ്പുകാലത്ത് എൻ്റെ ആരാധന ജീവിതം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് സംബന്ധിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം. ഇസഹാക്കിന്റെ നിർജീവമായ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന വന്നു, കിണറുമൂടി, കഷ്ടം വന്നു, പരിഹാസം വന്നെങ്കിലും അവനെ പിടിച്ചു നിർത്തിയത് ദൈവത്തോടുള്ള അടുപ്പമായിരുന്നു. ഇവിടെ 28-ാമത്തെ വാക്യത്തില് ശത്രുക്കൾ അവനെ അന്വേഷിച്ചു വരികയാണ്. എന്തിനാണ് ശത്രുക്കൾ അന്വേഷിച്ചു വരുന്നത്? ഇസഹാക്ക് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിച്ചു മതിയായില്ലേ? മറുപടിയായിട്ട് ഇസഹാക്കിനോട് അവർ പറയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു എന്ന്. പലപ്പോഴും ദേഷ്യം വരുമ്പം നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ട്, നീ നോക്കിക്കോ, ദൈവം എന്ന് പറഞ്ഞ ഒരുത്തൻ, അതിന്റെ പേര് സ്വയം നീതീകരണം എന്നാ. എന്നാൽ മറ്റുള്ളവൻ അറിയണം ദൈവം നിന്നോട് കൂടെയുണ്ട്. നമ്മൾ പറയും, എങ്ങനെ മക്കളെ വിശ്വസിച്ച് എവിടെങ്കിലേക്ക് വിടും? പക്ഷേ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ എനിക്ക് വീട്ടിലുണ്ട്, എൻ്റെ അപ്പൻ്റെ ദൈവം അവനോട് കൂടെയുണ്ട് എന്ന് മക്കളുടെ ഉള്ളിൽ തോന്നലുണ്ടാവണം. നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട്, എനിക്ക് തെറ്റിപ്പോവാൻ സാധിക്കില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സദാ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ശത്രു സാക്ഷിക്കാൻ സാധിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ. അപ്പം നമ്മൾ പറഞ്ഞു, പ്രാർത്ഥനയുടെ ജീവിതം നമ്മളൊന്ന് വീണ്ടെടുക്കുന്നതാകണം നോമ്പുകാലം. 2, നമ്മൾ പലപ്പോഴും സ്വയം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരാ. ദൈവം എല്ലാം തന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ സ്വയം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരാ. അതെങ്ങനെയാണെന്നറിയാമോ? ഈ ആനയെ മെരുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആനക്കുട്ടിയായിരിക്കുന്ന സമയത്ത് ആനക്കുട്ടിയുടെ കാലിൽ പാപ്പാൻ ഒരു ചങ്ങലയിട്ട് അതിനെ മുറുക്കും. ആനക്കുട്ടി ഇതറിയാതെ വലിച്ചുകൊണ്ടോടും, മൂക്കൂത്തി വീഴും, വീണ്ടും വലിച്ചുകൊണ്ടോടും. പല പ്രാവശ്യമായി കഴിയുമ്പം ഈ ആനക്കുട്ടിയുടെ കാലിൽ ഒരു മുറിവ് വരും. ഈ മുറിവ് അവിടെ ഇരിക്കും, പാപ്പാൻ മൈൻഡ് ചെയ്യത്തേയില്ല. ആ മുറിവ് അവിടെ ഇരുന്ന് വ്രണമാകും, അത് പഴുക്കും. പാപ്പാൻ മരുന്ന് വെച്ച് കെട്ടത്തില്ല. കാരണം എന്താണ്? അതൊരു പഠനമാണ് ആനക്കുട്ടിക്ക്. നിനക്ക് ഇതിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല എന്ന് ആനക്കുട്ടിയെ പാപ്പാൻ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലതിനും നമ്മൾ ഇറങ്ങാത്തതിന് കാരണം ദൈവം നൽകാത്തത് കൊണ്ടല്ല, നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ,
ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമുക്ക് തന്നെ വിലയിട്ട് വെച്ചിരിക്കുക. പക്ഷെ കർത്താവ് നമ്മളോട് പറയാണ്, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നൽകാൻ ഞാൻ ശക്തനായ ദൈവമാണ്. എന്നാൽ ദൈവത്തിന്റെ വിസ്തൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ പലപ്പോഴും സാത്താൻ ചങ്ങലയിലിട്ട് നമ്മളെ വെച്ചിരിക്കുന്നതിൽ നിന്ന് പുറത്തു പോകുന്നതാണ് സ്വയം തടസ്സത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാമതായിട്ടുള്ള അടുത്ത നിർജീവ അവസ്ഥയുടെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും ഇന്നലകളിൽ ജീവിക്കുന്നവരാണ്. കർത്താവേ, ഇന്നിൽ ജീവിക്കാൻ, നിരാശയിലല്ല. ശരിക്കും പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ 2 പാപങ്ങൾ എന്താണെന്നറിയോ? ഒന്ന് നിരാശയും, 2 അസൂയയാണ്. ഇന്ന് നമ്മളിലെല്ലാം, നമ്മൾ വലിയ അഭ്യസ്തർ വിദ്യരും, നമ്മൾ വലിയ ഹൈഫൈ ഒക്കെ അത് സ്വയം പറയും. പക്ഷെ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അച്ഛാ, ഞങ്ങൾക്ക് ആരോടും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ കുശുമ്പിനെ നമ്മൾ വിളിക്കേണ്ട പേരെന്താണെന്നറിയോ? വിശുദ്ധ കുശുമ്പ്. കാരണം നമ്മളെല്ലാം ആരാണ്? ഞാൻ എന്നെ തന്നെ ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്? ദേഷ്യം വരുമ്പോൾ വല്ലതും പറയുമെന്നുള്ള എൻ്റെ മനസ്സിലെങ്ങും. ഇപ്പം പലപ്പോഴും എൻ്റെ കുശുമ്പ് മാത്രം വിശുദ്ധ കുശുമ്പും മറ്റുള്ളവരുടേതെല്ലാം വളരെ മോശമുള്ളതും. നാം പോലും അറിയാതെ അസൂയ കൂടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അസൂയ കൂടുമ്പോഴാണ് നിരാശ ഉണ്ടാകുന്നത്. അസൂയ കൂടിക്കഴിയുമ്പോൾ മറ്റുള്ളവർക്കുള്ള പലതും എനിക്കില്ല എന്ന് എൻ്റെ ഉള്ളിൽ ബോധ്യം വരും. അത് എൻ്റെ ഉള്ളിൽ എന്തുണ്ടാക്കും? വല്ലാത്ത നിരാശ ഉണ്ടാക്കും. ഇത്രയും തന്ന ദൈവത്തെ അല്ല, എന്തൊക്കെ കിട്ടാത്തുണ്ട് അത് നമ്മുടെ തലമുറയുടെ മക്കളോട് നമ്മൾ പറയാറുണ്ട്. എൻ്റെ കുഞ്ഞെ, ഉള്ളതും കൊണ്ട് ഇല്ലാത്തത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ട്. ഇതുപോലെ സ്വർഗത്തിൽ നമുക്കൊരു ദൈവമുണ്ട്. പലപ്പോഴും നമ്മൾ പരാതി, ഈ നോമ്പ് കാലത്തിൽ കർത്താവേ, പരാതിയില്ലാത്ത ആത്മാവിനെ എനിക്ക് തരണേ, പിറുപിറുപ്പില്ലാത്ത ആത്മാവിനെ എനിക്ക് തരണേ. പരാതിയും പിറുപിറുപ്പും ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ദിനം പ്രതി കർത്താവേ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയും. നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കണം. നമ്മുടെ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി നോക്കണം. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവമേ ഇന്ന് ദൈവം എനിക്ക് തന്നത്, ഇല്ലേ? ഇന്നലെ സന്ധ്യയ്ക്ക് ഇതുപോലെ കാറ്റും കൊണ്ട് വരാന്തയിലിരുന്ന എത്രയോ പേര്, അവരാരും നമ്മളെക്കാൾ മോശക്കാരല്ലായിരുന്നു, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു. ജീവിത പങ്കാളി, മക്കള്, ഇതിനെന്തെങ്കിലും ഒരു തട്ട് സംഭവിച്ചെങ്കിലും നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുകയുള്ളൂ. ഓരോ ദിവസവും രാത്രിയിൽ ദൈവം തന്നതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറയുന്ന ഒരു ശീലം വളർത്തിയെടുത്താൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഇംഗ്ലീഷിലേ പറയത്തുള്ളൂ, ഡിപ്രഷൻ. എന്താണ്? ആരോട് ചോദിച്ചാലും അവർക്ക് എന്താണ്? ഒരു സന്തോഷവും. ഡിപ്രഷൻ കാരണം എന്താണ്? എണ്ണി നോക്കണം, അനുഗ്രഹങ്ങളെ എണ്ണി നോക്കണം. കർത്താവ്, എത്രമാത്രം നീ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ വിചാരപ്പെടുന്നത് കൊണ്ട് ആയുസിന്റെ 1 മുഴം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ലെന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. കർത്താവ്, എന്നെ തന്നെ നിയന്ത്രിക്കുമ്പോൾ ആദ്യം ഞാൻ നിയന്ത്രിക്കേണ്ടത് നോമ്പിൽ എന്തിനെയാണെന്നറിയാമോ? ആഹാരത്തെക്കാൾ ഞാൻ നിയന്ത്രിക്കേണ്ടത് എൻ്റെ നാവിനെയാണ്. എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ നിർജീവമായ അവസ്ഥയിൽ നിന്നൊരു സജീവ അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നാവിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ തൃപ്തിയുള്ള ജീവിതം ഉണ്ടാകണം. എനിക്ക് മാത്രം കിട്ടിയത് ഇത്രയായി പോയല്ലോ എന്നെപ്പോഴും മനസ്സിൽ തോന്നാറുണ്ടെങ്കിൽ തൃപ്തിയുള്ള ജീവിതം. സഭാപ്രസംഗി 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത് എന്ന്. അഭിലാഷത്തിന്റെ സഞ്ചാരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആലോചിച്ചു, ഒരു സ്കൂട്ടറിലും മഴ പെയ്തപ്പോൾ നമ്മൾ ഓർത്ത് എല്ലാവരും കാറിൽ പോവാ. കർത്താവേ, എനിക്കൊരു ഇങ്ങനെ അഭിലാഷം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ മുൻപിൽ ദൈവം തന്നിരിക്കുന്നത് നല്ലത് എന്ന് പറയണം. അതിലേറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ജീവിതത്തെ പ്രതിയാ. നമ്മൾ എങ്ങനെയാണെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം പോലും സ്നേഹിക്കാനോ സംസാരിക്കാനോ നമുക്ക് ഇടവുമില്ല, നമുക്ക് താല്പര്യവുമില്ല. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ചവരെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു പ്രത്യേകത, ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പോലും അവരോടും പറയില്ല, അവരെ കുറിച്ചും പറയില്ല. മരിച്ചു കഴിയുമ്പോൾ അയ്യോ നല്ലൊരു മനുഷ്യൻ, അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും, അല്ലേ? ജീവിത പങ്കാളി ജീവിച്ചിരുന്നപ്പോൾ ഞാൻ വില അറിയില്ല, പക്ഷെ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് മാതാപിതാക്കൾ കൂടെയുള്ളപ്പോൾ നമ്മുടെ വില അറിയില്ല.
പക്ഷേ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നോട് പറയാണ്, അല്ലെങ്കിൽ പ്രസംഗത്തിനൊക്കെ പോകുന്ന കൊച്ചമ്മ, ഞാൻ പ്രസംഗത്തിന് പോകാൻ നേരത്ത് നാട്ടിൽ ഞാൻ മമ്മിയോട് വിളിച്ചു പറയും, പ്രസംഗം കഴിയുന്നവരെ എൻ്റെ മമ്മി എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് കണ്ണു തുടച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് വിളിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി മുട്ടുമടക്കാൻ. എൻ്റെ മമ്മി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആ വില അറിഞ്ഞില്ല. എനിക്ക് വേണ്ടി ഇന്ന് മുട്ടുമടക്കാൻ ആരുമില്ല. കൂടെയുള്ളപ്പോൾ ഇല്ലേ, കബറുകളിലേക്ക് പൂക്കളും കബറുകളിലും മെഴുകുതിരിയും വെച്ച് കബറുകൾക്ക് കാവല് നിൽക്കുന്നവരല്ല, കൂടെയുള്ളപ്പോൾ ചേർത്ത് പിടിക്കണം, കുറവുകളോടുകൂടി ചേർത്ത് പിടിക്കാൻ. കർത്താവേ, ഈ നോമ്പ് കാലത്ത് എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ വൈഫിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ഇതെല്ലാം അവരുടെ പ്രത്യേക കുറവുകളാണ്. കുറവുകളോടുകൂടി കർത്താവെ ചേർത്ത് നിർത്തുമ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ നിർജീവാവസ്ഥ, എൻ്റെ ഭവനത്തിൻ്റെ നിർജീവാവസ്ഥ ഒന്നിച്ചിരുന്ന് കഴിക്കാനും ഒരു ഭക്ഷണമേശയും ഒരു കർത്തൃമേശയും ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. പണ്ട് ഈ ദേശം അറിയുന്നത് പലപ്പോഴും പ്രഭാതത്തിലും സന്ധ്യയിലും പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും പാട്ട് കേട്ടായിരിക്കും ഉണരുന്നത്. എന്നാൽ ഇന്ന് നമ്മളിൽ എത്ര പേർക്ക് ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ ദേശത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നിർജീവാവസ്ഥയിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പിന്റെ കാലമാകട്ടെ. നമ്മൾ ഓരോരുത്തരും സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്ന സഞ്ചാരികളാണ്. ആ സഞ്ചാരികളായ നാം വിശ്വാസമാകുന്ന കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിലെ നല്ല നായകന്മാരാണ് അപ്പന്മാർ. ശ്രദ്ധയുള്ള നായകന്മാരായിരിക്കണം ആ കപ്പലിന്റെ ക്യാപ്റ്റൻ. ആ കപ്പലിന്റെ നല്ല നായികമാരാണ് അമ്മമാർ. ചെറിയ ചെറിയ കുറവുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ കപ്പലിനുള്ളിൽ സുഷിരം സംഭവിക്കും, കപ്പലിനകത്ത് വെള്ളം കയറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം യോന പ്രവാചകന്റെ പുസ്തകമാണ്. യോന പ്രവാചകന്റെ കഥ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. 4-ാം അധ്യായത്തിലെ ചെറിയൊരു സംഭവം. ആവണക്കിന്റെ ചുവട്ടിലിരുന്ന് യോന നിനവേ നഗരത്തെ നോക്കിക്കൊണ്ടിരുന്നു, അല്ലെ? ആവണക്കവന്റെ തലയിൽ തണലായിരുന്നു. എന്നാൽ യോന അറിഞ്ഞില്ല, ഈ ആവണക്കിൽ ഒരു പുഴു കയറി. ഈ പുഴു ആവണക്കിൽ കയറിയത് യോന അറിഞ്ഞില്ല. പുഴു ആവണക്കിനെ കുത്തിയത് യോന അറിഞ്ഞില്ല. പുഴു ആവണക്കിന് ഉണക്കം സംഭവിക്കുന്നത് അറിഞ്ഞില്ല. ഇല വാടി തുടങ്ങിയത് യോന അറിഞ്ഞില്ല. ഇത് കരിഞ്ഞ് വെയിൽ ഉച്ചിയിൽ കൊണ്ടപ്പോഴാണ് ആരറിഞ്ഞത്? യോന അറിഞ്ഞത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ആവണക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഭവനം ഒരാവണക്കാണ്. നമ്മൾ പരദേശിയായിട്ട് പാർക്കുന്ന ഈ നാട്ടിൽ, ഈ ലോകത്തില് ദൈവം തന്നിരിക്കുന്ന ഒരു തണല് മാത്രമാണ് കുടുംബം. എന്നാൽ ആ ആവണക്കില് പുഴു കയറുന്നത് എൻ്റെ ദേഷ്യം കൊണ്ടാണോ? എൻ്റെ സംസാര രീതികൾ കൊണ്ടാണോ? എൻ്റെ പിണക്ക സ്വഭാവം കൊണ്ടാണോ? എൻ്റെ മാറാത്ത ഭാവങ്ങൾ കൊണ്ടാണോ? ദൈവമേ, അവിടെ നിന്നെല്ലാം ഒരു വീണ്ടെടുപ്പ് എൻ്റെ ജീവിതത്തില്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് കണ്ണുനീരോടുകൂടി കർത്താവെ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഞങ്ങളുടെ ഉള്ളിൽ തരുമ്പോൾ മാത്രമാണ് ഈ ഒരു വീണ്ടെടുപ്പ്. ഈ ഉണങ്ങിയ അവസ്ഥയിൽ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ദൈവവചന ധ്യാനം. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തെ വായിക്കാൻ നമ്മളുടെ ഭവനങ്ങളിൽ ഈ 50 ദിവസവും അതിനായിട്ട് പ്രത്യേക സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ നോമ്പുകളെല്ലാം ഒരു സീസണായിട്ട്, ഒരു സീസൺ, മഞ്ഞുകാലം, മഴക്കാലം എന്ന് പറയുന്ന പോലെ നോമ്പ് കാലം. നോമ്പ് കാലത്തിൽ ഈ ലൈവിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ, ഞാൻ എന്നെ തന്നെ വളരെ നിയന്ത്രിച്ചാ പറയുന്നത്. എന്നാലും പലപ്പോഴും ഈ നോമ്പ് കാലത്തിൽ ഏറ്റവും വലിയ നമ്മുടെ പരാതി എന്താ? നാളെ ഇനി എന്ത് പറഞ്ഞോ, നാളെ ഇനി എന്ത് കൂട്ടാൻ വെക്കും. നമ്മുടെ ആകെയുള്ള നോമ്പിൽ നമുക്ക് ഒറ്റ സങ്കടമേ ഉള്ളൂ, നാളെ എന്ത്. അപ്പൊ എന്ത് ചെയ്യാം? ഇച്ചിരി ഇറച്ചി മസാലയൊക്കെ ഇട്ട് ചക്കക്കുരു അങ്ങ് നാളെ ഒരു ദിവസം അങ്ങ് ഓടും. 2 ദിവസം പിടിച്ചേക്കും, വീണ്ടും പറയും വല്ലാതെ വരുന്നു, എന്നാ ഇച്ചിരി പുളിയൊക്കെ ഇട്ട് ഇഞ്ചിക്കറി വെക്കാം, അല്ലേ? അത് കഴിയുമ്പോൾ നമ്മൾ പറയും എന്നാ 2 കായിട്ട് കൊടംപുളി ഇട്ട് ഇതിപ്പോ ഒന്നും അറിയാത്തവരെ പറഞ്ഞോ, മീൻകറി വെക്കാം. ഇങ്ങനെ മാറി 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 തീരുന്നതിന്റെ പേരല്ല നോമ്പുകാലം. ഇത് വീണ്ടെടുപ്പിന്റെ കാലം, ഇത് വിശുദ്ധിയുടെ കാലം. ധീരന്മാരായ പിതാക്കന്മാർ അവരെ തന്നെ ശുദ്ധീകരിച്ച കാലം. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന
ഈ ലോകം വലിയൊരു സമുദ്രമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു കപ്പലാണ്. വെള്ളമില്ലാതെ, ഈ ലോകമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ലോകത്തിൽ വെള്ളമുള്ളത് കൊണ്ട് കപ്പൽ മുങ്ങുന്നില്ല. മറിച്ച് കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമ്പോഴാണ് കപ്പൽ മുങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല നായകന്മാരും നല്ല നായികമാരും നല്ല മക്കളും എൻ്റെ വിശ്വാസ ജീവിതത്തിന് വിള്ളലേൽക്കാതെ വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവിനെ പുതുക്കി ഞാൻ 2025 ഉണ്ടായിരുന്നതിനേക്കാൾ 2026 ഒരു മാറ്റമുണ്ടായി, ഒരു വീണ്ടെടുപ്പുണ്ടായി. കർത്താവെ, എൻ്റെ ഉണങ്ങി ഒരു സ്വഭാവത്തെയെങ്കിലും മാറ്റാൻ ഈ നോമ്പുകാലം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.